ക്ലാസ്സിനുള്ള നെട്ടോട്ടത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒന്ന് പോണ വഴിക്ക് ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാൽനടയായി നമ്മുടെ പറക്കാട് വരെ എത്തി. പറക്കാട്ടിൽ നിന്ന് ഒരു ഓട്ടോ കിട്ടി നേരെ മുതുതലക്കിട്ട്. അപ്പോൾ വരുന്ന വഴി റോഡ് ഫുള്ള് വെള്ളമായിരുന്നു. അങ്ങനെ ഒരു ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ, വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയതാണ്. മുതുതല പോയി നേരെ KSEB ഓഫീസിൽ കയറിയിട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലോ 2-3 പേരുണ്ടായിരുന്നു. 2-3 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവരെ കയ്യിൽ ഒരു 5-6 വീട്ടിലത്തെ ബില്ലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഒരു 10-20 മിനിറ്റ് നല്ല പോസ്റ്റായിട്ടോ. ഇത്തവണത്തെ കറണ്ട് ബില്ല് വന്നപ്പോൾ എത്ര പേരുടെ കണ്ണ് തള്ളിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് ഇതേ കണ്ടില്ലേ, 2077 രൂപയാണ് കേട്ടോ. എന്തൊക്കെ അഡ്വാൻസും അതും ഇതൊക്കെ ചേർത്തിട്ട് ഇത്രയും വലിയൊരു തുക വന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ കണ്ണ് രണ്ടും തള്ളി പുറത്തെത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കാനും കഴിഞ്ഞ് നേരെ നമ്മുടെ മുതുതല സെൻറ്ററിലേക്ക് എത്തിയപ്പോഴേക്കും സ്ഥിരം ഞാൻ പോകാറുള്ള ബസ് വന്നു കേട്ടോ. വേഗം ഓടിക്കയറി ബസ്സിൽ കയറി അങ്ങനെ നേരെ പോയി ക്ലാസ്സിലൊക്കെ കയറി കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പട്ടാമ്പിയിലുള്ള മെഡിമാളിൽ കയറി. എനിക്ക് കുറച്ച് മരുന്നൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി നേരെ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചു. മരുന്ന് വാങ്ങൽ കഴിഞ്ഞിട്ട് പിന്നെ പട്ടാമ്പി നമ്മുടെ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ടോ. അപ്പോൾ വെള്ളം തയ്ച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. വെള്ളമൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല കേട്ടോ. ചെറിയ വെള്ളം കുപ്പി കൈ പിടിക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും, പക്ഷെ ഇങ്ങനെ മറക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ ഏട്ടൻ പറയും, എന്താ ഇപ്പോൾ ഒന്ന് കയറി വെള്ളം കുടിച്ച് വെച്ചിട്ടൊന്നും വരില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും തീരെ വയ്യ, വെള്ളം തയ്ച്ചിട്ട് നിൽക്കാൻ വയ്യാണ്ടായി. അപ്പോൾ പിന്നെ കയറിയിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. അങ്ങനെ ജ്യൂസും കുടിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളും കഴിഞ്ഞ് ശ്രീകുട്ടിക്ക് ഒരു നബാട്ടിയും വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ അടുത്ത ബസ് കയറി നമ്മുടെ മുതുതലയ്ക്ക് പോകുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വല്ല കാര്യോട്ടർഷയും കിട്ടിക്കഴിഞ്ഞാൽ പറക്കാട് നിന്ന് വീണ്ടും കാൽനട നമ്മുടെ വീട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റ, ബൈ ബൈ, സീ യു.